എൻ്റെ കോൺസെപ്റ്റൊക്കെ വേറെയല്ലേ. നിങ്ങൾക്കറിയാലോ, ഞാൻ KPC അധ്യക്ഷനായ സമയത്ത് ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയ കമ്മിറ്റി ആയിരിക്കണം. ആ കമ്മിറ്റിക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അതല്ല, പല ഭാഗത്തുനിന്നും ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് കോൺഗ്രസ്. മുരളീധരൻ വിട്ടുവന്നു എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം വിശ്വാസ സംരക്ഷണ ജാഥയുമായിട്ടാണ് കാഞ്ഞങ്ങാട്ട് നിന്ന് പുറപ്പെട്ടത്. അദ്ദേഹം ഒരു തികഞ്ഞ വിശ്വാസിയാണ്. അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വഴിയിൽ എന്തോ തടസ്സമുണ്ടായതുകൊണ്ടാണ് കൃത്യസമയത്ത് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിക്കാതെ പോയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പുനഃസംഘടന പരാതികൾ കാണാം. പക്ഷേ കോൺഗ്രസ് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി, അതിലെല്ലാ കാലത്തും പുനഃസംഘടന വരുമ്പോൾ കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അതൊക്കെ തന്നെ യഥാവിധി പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു ഇൻഹറൻറ്റ് സ്ട്രെങ്ത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും. എൻ്റെ കോൺസെപ്റ്റൊക്കെ വേറെയല്ലേ. നിങ്ങൾക്കറിയാലോ, ഞാൻ KPC അധ്യക്ഷനായ സമയത്ത് ഞാൻ പറഞ്ഞ ഏറ്റവും ചെറിയ കമ്മിറ്റി ആയിരിക്കണം. ആ കമ്മിറ്റിക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ അതല്ല, പല ഭാഗത്തുനിന്നും ഒരുപാട് താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളൊക്കെ സംരക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് കോൺഗ്രസ്. അനാവശ്യം ഞാൻ പറഞ്ഞില്ല. അത് പറഞ്ഞല്ലോ, ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു, അസംതൃപ്തരായ ആളുകളൊന്നും കൂട്ടിയിട്ട് അങ്ങനെ പോകാൻ സാധിക്കില്ല. അപ്പം എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് പോകുക എന്നൊരു സമീപനമാണ് ഇപ്പോഴും എടുത്തിരിക്കുന്നത്. ഇലക്ഷനൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സെക്രട്ടറിമാരുടെ ലിസ്റ്റ് പുറത്തു വരേണ്ടല്ലോ. തീർച്ചയായിട്ടും സെക്രട്ടറിമാരുടെ ലിസ്റ്റ് പുറത്തു വരും. ആ പുറത്തു വരുമ്പോൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്ത പലരെയും ഉൾക്കൊള്ളിക്കേണ്ടി വരും. നിലവിലിരിക്കുന്ന കുറേ സെക്രട്ടറിമാരുണ്ട്. ആ സെക്രട്ടറിമാരെ ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലല്ലോ. അതല്ലേ യാഥാർത്ഥ്യം. ഈ ചാണ്ടിയുമ്മനെയും അതുപോലെ തന്നെ അബിൻ വർക്കിയൊക്കെ പരിഗണിക്കുന്നതിൽ ഒരു വീഴ്ച പറ്റുന്നുള്ള വിമർശനം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു വിമർശനത്തെ യാഥാർത്ഥ്യമാണോ? അത് സാധാരണ പുനഃസംഘടന നടക്കുമ്പോൾ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അതെല്ലാ കാലത്തും നടത്താറുണ്ട്. ഏതെങ്കിലും ഒരു മതജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പരാതി പരിശോധിച്ചിട്ട് നടപടി കോൺഗ്രസ് സ്വീകരിച്ച ചരിത്രമാണ് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് സഭയുമായി ബന്ധപ്പെട്ട് അവരുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ്. ഇന്നലെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മെത്രാപ്പൊലീത്ത തന്നെ പറഞ്ഞു, അബിൻ വർക്കിയും ഒപ്പം തന്നെ ചാണ്ടിയുമ്മനും ഒക്കെ സഭയുടെ മക്കളാണ്, കയറി കൊട്ടേണ്ട സഭയെ എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അന്നും പ്രസിഡന്റായിരുന്നപ്പോൾ ഈ മതസാമുദായിക സമവാക്യങ്ങളൊക്കെ പരിഗണിച്ച് തന്നെയാണല്ലോ കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ സാമുദായിക സമവാക്യം എല്ലാ കാലത്തും അത് പൂർണ്ണമായിട്ടും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കോൺഗ്രസ് എല്ലാ കാലത്തും പോയിട്ടുള്ളത്. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ സാമുദായിക സംഘടനകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അത് ഇടപെടാൻ പലപ്പോഴും ഒരു അനുവദിക്കാത്ത സാഹചര്യമല്ലേ പണ്ടൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിനർത്ഥം അവരുടെ ജെന്യൂനായ എല്ലാ ആവശ്യങ്ങളും ഇന്നുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെ പരിഗണിക്കുകയും അംഗീകരിക്കുകയും അത് പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് വേറെ കേരള സംസ്ഥാനത്തില്ല.